കോട്ടയം സയൻസ് സിറ്റി ഉദ്ഘാടനം UDF ബഹിഷ്കരിച്ചേക്കും. അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം. സയൻസ് സിറ്റിയുടെ പിതൃത്വവുമായി ബന്ധപ്പെട്ട ജോസഫ് ഗ്രൂപ്പ് നടത്തുന്ന അവകാശ തർക്കങ്ങളിൽ കോൺഗ്രസിന് അതൃപ്തി. ഈ മാസം 29-ാം തീയതി നടക്കുന്ന സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ടമായ സയൻസ് സെന്ററിന്റെ ഉദ്ഘാടനത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്നാണ് കോൺഗ്രസിൽ ഉയർന്നു വന്നിരിക്കുന്ന പൊതു അഭിപ്രായം. ജോസ് കെ മാണി കോട്ടയം MP ആയിരുന്ന കാലഘട്ടത്തിലാണ് അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന UPA സർക്കാരിന്റെ സഹായത്തോടുകൂടി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സയൻസ് സിറ്റി കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. എന്നാൽ പദ്ധതിയുടെ പൂർത്തിയായ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാണ് കോൺഗ്രസ് ഈ ചടങ്ങ് ബഹിഷ്കരിക്കാൻ ആലോചിക്കുന്നത് എന്നാണ് അറിയുന്നത്. നിലവിൽ കോട്ടയം MPയും കടുത്തുരുത്തി MLAയും ജോസഫ് വിഭാഗം നേതാക്കളാണ്. ഈ പദ്ധതിയുമായി ബന്ധമില്ലാത്ത ഫ്രാൻസിസ് ജോർജും മോൻസ് ജോസഫും പദ്ധതിയുടെ പിതൃത്വം അവകാശപ്പെട്ട് രംഗത്തെത്തിയതും നാടുനീളെ ഫ്ലക്സുകൾ വെച്ചതും പത്രവാർത്തകൾ നൽകിയതും UDFന്റെ അന്തസ്സിനെ തന്നെ ബാധിച്ചുവെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. സയൻസ് സിറ്റിയുടെ നിർമ്മാണത്തിൽ അവകാശമുയർത്തി രംഗത്ത് വന്ന മോൻസിനെതിരെ ശക്തമായി രംഗത്ത് വന്ന കേരള കോൺഗ്രസ് പ്രവർത്തകർ മുൻ മുഖ്യമന്ത്രിമാരായ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും മോൻസ് ജോസഫും സയൻസ് സിറ്റി കടുത്തുരുത്തിയിൽ കൊണ്ടുവന്ന ജോസ് കെ മാണിയെ അഭിനന്ദിച്ച് സംസാരിക്കുന്ന വീഡിയോകളുമായിട്ടാണ് മോൻസിനെതിരെ പ്രതിരോധം തീർത്തത്. ഇതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപഹാസ്യനായി തീർന്ന മോൻസ് UDFനെ തന്നെ നാണം കെടുത്തിയെന്ന അഭിപ്രായമാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നെങ്കിൽ ഉദ്ഘാടനം നടക്കുമ്പോൾ തീർച്ചയായും കോൺഗ്രസിന് അർഹിക്കുന്ന പരിഗണന ലഭിക്കുമായിരുന്നു. നിലവിൽ കോൺഗ്രസ് ഏറെ ശോഷിച്ച ഒരു ജില്ലയാണ് കോട്ടയം. 2 സീറ്റാണ് കോൺഗ്രസിന് ജില്ലയിലുള്ളത്. അതിൽ തന്നെ കോട്ടയം നിയമസഭാ സീറ്റ് അടുത്ത തവണ ജയിക്കുമെന്ന് ഉറപ്പില്ല താനും. ജയിക്കുന്ന സീറ്റുകളെല്ലാം തന്നെ ജോസഫ് വിഭാഗം കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ കോട്ടയത്തെ കോൺഗ്രസ് പ്രവർത്തകർ നിലവിലുള്ള UDF സംവിധാനത്തിലും പ്രവർത്തനങ്ങളിലും തൃപ്തരല്ല. മോൻസ് ജോസഫ്, ഫ്രാൻസിസ് ജോർജ് എന്നിവർ വേണ്ട രീതിയിൽ കോൺഗ്രസുമായി സഹകരിക്കുന്നില്ല എന്നതാണ് കോൺഗ്രസിന്റെ പരാതി. സയൻസ് സിറ്റിയുടെ പേരിൽ ജോസഫ് വിഭാഗം മാണി ഗ്രൂപ്പുമായി പോർവിളി നടത്തുമ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവരെ അനുകൂലിക്കാനും തയ്യാറായിട്ടില്ല. അനാവശ്യ വിവാദമുണ്ടാക്കി സയൻസ് സിറ്റിക്ക് മോൻസ് പ്രചാരണം നടത്തുകയാണ് എന്നാണ് കോൺഗ്രസിന്റെ നിഗമനം. MLA പ്രത്യേകമായി നടത്തിയ സയൻസ് സിറ്റി കൂടി ആലോചനാ യോഗത്തിലും കോട്ടയത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജോസഫ് വാഴക്കൻ, ടോമി കല്ലാനി, ജോഷി ഫിലിപ്പ്, നാട്ടകം സുരേഷ് തുടങ്ങിയവരോട് കൂടി ആലോചിച്ചില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങ് ഇവർ ബഹിഷ്കരിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിനെ ഒഴിവാക്കി മോൻസും ഫ്രാൻസിസ് ജോർജും കൂടി അവർക്ക് പേരുണ്ടാക്കുന്നതിന് വേണ്ടി കളിക്കുന്ന പൊറോട്ട നാടകങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് തങ്ങൾക്ക് നല്ലതെന്ന നിലപാടിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം.